ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മിക്കവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡിഷാണ്. അതെ, ചിക്കൻ ബിരിയാണി. അപ്പോൾ ഇതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് മാരിനേഷൻ ചെയ്യാം. ഇവിടെ എടുത്തിരിക്കുന്നത് 500 ഗ്രാംസ് കറിക്കട് ചിക്കൻ പീസസ് ആണ്. അതിലോട്ടൊരു 1/2 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു അര നാരങ്ങയുടെ നീരും കൂടെ സ്ക്വീസ് ചെയ്ത് ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം ഇതൊരു 1 മണിക്കൂറത്തേക്ക് ഫ്രിഡ്ജിൽ മാറ്റി വെക്കാം. ഈ സമയം കൊണ്ട് നമ്മൾ 4 സവോള സ്ലൈസ് ചെയ്തെടുക്കാം. ഇനി ഒരു കടായി എടുത്ത് അതിലോട്ട് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണം. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്നതിൻ്റെ പകുതി സവോള എടുത്ത് നല്ല പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് പെട്ടെന്നാവാൻ വേണ്ടി ഒരു 1/2 ടീസ്പൂൺ സോൾട്ടും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് സോട്ട് ചെയ്യാം. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. നല്ലപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ ആയി കിട്ടണം നമുക്ക്. ഇത് ഗോൾഡൻ ബ്രൗണും ക്രിസ്പും ആകുമ്പോഴേക്കും നമുക്കിതൊന്ന് മാറ്റി വെക്കാം. എന്നിട്ട് അതേ പാനിൽ തന്നെ നമുക്ക് വറുത്തെടുക്കാനുള്ള കാഷ്യൂനട്ട്സ് ആഡ് ചെയ്യാം. ഇതൊന്ന് ഇളക്കി കൊടുത്ത് നല്ലപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോഴേക്കും നമുക്ക് ഇതും ഒന്ന് മാറ്റി വെക്കാം. ഇനി ഇതേ പാനിൽ തന്നെയാണ് നമ്മൾ ഗീ റൈസ് ഉണ്ടാക്കാൻ പോകുന്നത്. അതേ എണ്ണയിൽ തന്നെ ഒരു 5 ക്ലോസ്, 3 ഏലക്ക, 2 സിനമൺ സ്റ്റിക്സ് കൂട്ടിയിട്ട് ഒരു 10 സെക്കൻഡ്സ് നമുക്ക് സോട്ട് ചെയ്തെടുക്കാം. ഒരു പിടി സവോള ഇതിലോട്ടിട്ടിട്ട് കുറച്ച് നേരത്തേക്കൊന്ന് സോട്ട് ചെയ്താൽ മതി. ഒത്തിരി ഗോൾഡൻ ബ്രൗൺ ആവണ്ട. ഇനി അത് നമ്മൾ കഴുകി വെച്ചേക്കുന്ന 1.5 കപ്പ് അരി, ഞാനിവിടെ എടുത്തേക്കുന്ന ബസ്മതി റൈസാണ്, അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്യുന്നുണ്ട്. ഇത് റോസ്റ്റായി വരുമ്പോഴേക്കും അരി ഒന്ന് പൊട്ടി വരും. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇതൊന്ന് റെഡിയായെന്ന് മനസ്സിലാകും. അതിനുശേഷം ഇതിലോട്ട് 3 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ഉപ്പും. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വെക്കാം. ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെക്കാം. അപ്പോഴേക്കും ഇത് കുക്കായി കിട്ടും. പിന്നെ ഒരു 10 മിനിറ്റ് കൂടെ ഒന്ന് അടച്ചു വെക്കണം. എന്നിട്ടൊരു ഹാഫ് ലൈം ജ്യൂസും കൂടെ സ്ക്വീസ് ചെയ്ത് കൊടുക്കാം. റൈസ് ഒട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ചിക്കൻ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി വേറൊരു പാൻ എടുക്കാം. എന്നിട്ട് അതിലോട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്യാം. ഇനി ആ നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഹോൾ സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കണം. ഇതിലോട്ട് സിനമൺ സ്റ്റിക്ക് ഒരെണ്ണം, 6 ക്ലോസ്, 4 ഏലക്കയും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്ന് ചെറുതായിട്ട് സോട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ ഒരു പിടി സവോളയും കൂടെ ഇട്ടിട്ട് ഒന്ന് നല്ലപോലെ സോട്ട് ചെയ്യാം. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യണം. ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇനി അത് കഴിഞ്ഞ് ഇത് കുക്ക്ഡ് ആയി കഴിയുമ്പോൾ അതിലോട്ട് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ 4 പച്ചമുളക് ഇടിച്ചതും കൂടെ ഇട്ടിട്ട് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതൊന്ന് നമുക്കൊരു സൈഡിലോട്ട് ഒതുക്കി വെക്കാം. നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഉണ്ടല്ലോ, ഇനി ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ ഒന്ന് ഒരുമിച്ച് നല്ല പോലെ കമ്പൈൻ ചെയ്യാം. ഹൈ ഫ്ലെയിമിൽ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതിനുശേഷം ഒരു 200 ml വാട്ടർ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചിക്കൻ കുക്ക് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് നമ്മളൊരു 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം.
ഇനി ലിഡ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ഒരു പിടി പുതിനയില ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ അത് കഴിഞ്ഞ് ആഫ്രിക്കൻ മല്ലിയില ഞാൻ ഇവിടെ ഇട്ടിരിക്കുന്നത് 2 ടേബിൾ സ്പൂൺ. നിങ്ങൾക്ക് സാധാരണ കൊറിയാൻഡർ ലീവ്സ് യൂസ് ചെയ്യാം. പിന്നെ 2 സ്ലൈസ്ഡ് ടൊമാറ്റോസ്, 3 ടേബിൾ സ്പൂൺ യോഗട്ട് അല്ലെങ്കിൽ തൈര്. പിന്നെ ഇവിടെ ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന മസാല ഗരം മസാലയാണ്, 1/2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് കമ്പൈൻ ചെയ്യാം. ഇനി അത് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇനി ലിഡ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഒരു ചിക്കൻ ലെയറിന്റെ മുകളിലോട്ട് റൈസ് ഒന്ന് ലെയർ ചെയ്ത് കൊടുക്കാം. അതിൻ്റെ മുകളിലോട്ട് ഇത്തിരി ഫ്രൈഡ് ഓണിയൻസ് അല്ലെങ്കിൽ ബെരിസ്റ്റ, പിന്നെ ഫ്രൈഡ് കാഷ്യൂനട്ട്സ്, നമ്മുടെ മിന്റ് ലീവ്സ്, ആഫ്രിക്കൻ മല്ലിയില അല്ലെങ്കിൽ ഒലാൻഡ്രോ ലീവ്സ്. ഇത് നമ്മുടെ ഫസ്റ്റ് ലെയർ കഴിഞ്ഞു. ഇനി നമ്മൾ ഇതുപോലെ റിപ്പീറ്റ് ചെയ്യാണ്. അതിന് വേണ്ടി ചിക്കൻ്റെ ഒരു ലെയർ ആഡ് ചെയ്യാം. ഇനി ഒന്നുകൂടെ ബസ്മതി റൈസിൻ്റെ ലെയർ, പിന്നെയും റിപ്പീറ്റ് ചെയ്യാം. ഫ്രൈഡ് കാഷ്യൂനട്ട്സും ഫ്രൈഡ് ഓണിയൻസും അതുപോലെ തന്നെ മിന്റ് ലീവ്സും ആഫ്രിക്കൻ മല്ലിയില അല്ലെങ്കിൽ മല്ലിയിലയും കൂടെ. ഇനി ഇതെല്ലാം ഒന്ന് ദം ചെയ്യാൻ പോവാം നമ്മൾ. അതിന് വേണ്ടി നമുക്ക് അടച്ചു വെച്ച് ഒരു ലോ ഫ്ലെയിമിൽ 20 മിനിറ്റ്സ് ദം ചെയ്യാം. അപ്പം നിങ്ങളെല്ലാവരും ഈ ബിരിയാണി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഓണസ്റ്റ് റിവ്യൂസ് ഒന്ന് കമൻറ്റ് ആയിട്ട് ഇടുക. പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സപ്പോർട്ട് അവർ ചാനൽ.